വളരെ സാധാരണമായി കാണപ്പെടുന്ന എന്നാൽ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നാണക്കേട് കൊണ്ടോ ഒക്കെ എല്ലാവർക്കും പുറത്തു പറയാൻ മടിയുള്ളതുമായ ഒരു അസുഖമാണല്ലോ പൈൽസ് അഥവാ മൂലക്കുരു. പൈൽസിനെ പറ്റിയും അതിൻ്റെ OP ലെവൽ മാനേജ്മെന്റിനെ കുറിച്ചും അല്ലെങ്കിൽ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റിയുമെല്ലാം ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന ഡോക്ടർ സൂരജ് സുഭാഷിനോട് ചോദിച്ചറിയാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, എന്താണ് യഥാർത്ഥത്തിൽ പൈൽസ് അഥവാ മൂലക്കുരു? എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? സാധാരണഗതിയിൽ കാലിൽ വെരിക്കോസ് വെയിൻസ് എല്ലാവരും കണ്ടു കാണുമല്ലോ. അത് അവിടെ കാലിലുള്ള വെയിൻസിൻ്റെ തടിപ്പ്, അങ്ങനെയാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത്. ഇതേ സംഗതി നമ്മളുടെ മലാശയത്തിലോ മലദ്വാരത്തിലോ അതിന് ചുറ്റുമുള്ള സിരകൾക്ക് ഉണ്ടാകുന്ന വീക്കത്തെയോ തടിപ്പിനെയോ ആണ് നമ്മൾ പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്നത്. ഇതുണ്ടാവുന്നതിൻ്റെ കാരണം ഗുദഭാഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മലാശയ ഭാഗത്തിൽ ഉണ്ടാകുന്ന അതിയായ സമ്മർദ്ദം മൂലമാണിത് പ്രധാനമായും ഇത് ഉണ്ടാകുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ദീർഘനേരം ഇരിക്കുക, ദീർഘനേരം നിൽക്കുക, അതുപോലെ തന്നെ സ്ത്രീകളിൽ ഗർഭാവസ്ഥയിൽ ഭ്രൂണത്തിൻ്റെ വളർച്ച കൊണ്ട് ഗുദഭാഗത്തേക്കും മലാശയത്തിൻ്റെ ഭാഗത്തേക്കും ഉണ്ടാകുന്ന സമ്മർദ്ദം മൂലവും, പിന്നെ ഇത് കൂടാണ്ടുണ്ടാകുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ലോങ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷനോ ദീർഘകാലമുള്ള മലബന്ധം കൊണ്ടോ ഈ പറയുന്ന രീതിയിലുള്ള പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ ഡോക്ടർ, പൈൽസ് പല തരത്തിലുണ്ടോ? നമുക്കത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? പ്രധാനമായും പൈൽസിനെ രണ്ട് തരത്തിലാണ് വേർതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഇന്റേണൽ പൈൽസ് അല്ലെങ്കിൽ മലാശയത്തിനുള്ളിലുള്ള പൈൽസ് ആയിട്ടും, രണ്ടാമത് എക്സ്റ്റേണൽ ആയിട്ടുള്ള പൈൽസ് അല്ലെങ്കിൽ മലാശയത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഗുദഭാഗത്തിൻ്റെ പുറത്ത് കാണപ്പെടുന്ന പൈൽസിനെയാണ് പറയുന്നത്. ഇതിൽ ഇന്റേണൽ പൈൽസിന് സാധാരണ രീതിയിൽ വേദന ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ രക്തസ്രാവത്തിന് കാരണമായേക്കാം. എക്സ്റ്റേണൽ പൈൽസ് നേരെ മറിച്ച് അതിയായ വേദന ജനകവും കൂടാതെ പുറത്ത് തടിപ്പോ മുഴയോ പോലുള്ള രീതിയിലുള്ള സംഗതികൾ കണ്ടേക്കാം. സാധാരണഗതിയിൽ പൈൽസ് ഉള്ള ഒരാൾക്ക് മലാശയത്തിൻ്റെ ഭാഗത്ത് ചൊറിച്ചിലോ തടിപ്പോ അതുകൂടാതെ തന്നെ മലവിസർജന സമയത്ത് രക്തസ്രാവമോ ഉണ്ടെങ്കിൽ ഇതൊക്കെ പൈൽസിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെ തന്നെ ഉണ്ടെങ്കിലും തുടക്കത്തിൽ തന്നെ രോഗി ഒരു വിദഗ്ധ അഭിപ്രായം തേടുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. സർ, പൈൽസിനെ പറ്റി സാധാരണയായി ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും ഭയങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് വന്ന ചില ക്വസ്റ്റ്യൻസാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. ആദ്യമായിട്ടുള്ള ഒരു സംശയം, പൈൽസ് ക്യാൻസറായി മാറാനുള്ള ചാൻസ് ഉണ്ടോ? വളരെ നല്ലൊരു ചോദ്യമാണ്. മിക്കവാറും എനിക്കും OPയിൽ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം ഇല്ല. പൈൽസ് ഒന്നും ക്യാൻസറായി മാറുകയില്ല. സാധാരണഗതിയിൽ അങ്ങനെ ചോദിക്കുന്നതിൻ്റെ റീസൺ എന്ത് പറയുന്നത് വെച്ചാൽ പൈൽസിനോട് സമമായിട്ടുള്ള അല്ലെങ്കിൽ പൈൽസിൽ കാണുന്ന ലക്ഷണങ്ങൾ പലപ്പോഴും എനോറെക്ടൽ ക്യാൻസറുകളിലും കാണാറുണ്ട്. ഉദാഹരണത്തിന് രക്തസ്രാവം, അതിതീവ്രമായ വേദന പോലുള്ള സംഗതികൾ ഉള്ളത് കൊണ്ടാണ് പൈൽസ് ക്യാൻസറായി മാറുമോ എന്നുള്ളൊരു സംശയം ആൾക്കാരിൽ ഉടലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ആദ്യം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു വൈദ്യ സഹായം നേടുകയും അതെന്താണ് എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്യുന്നത്. അതിൻ്റെ ചികിത്സകളെയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് വളരെ നന്നായി അതിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് അഭിപ്രായം തേടുക എന്നുള്ളതാണ് അതിനകത്തുള്ളത്. ഓക്കെ ഡോക്ടർ, ഇനി അടുത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പൈൽസ് ഉള്ള ആൾക്കാർക്ക് ശസ്ത്രക്രിയ അഥവാ സർജറി വേണമെന്നുള്ളത് നിർബന്ധമാണോ? എല്ലാ പൈൽസിനും ശസ്ത്രക്രിയ നിർബന്ധമില്ല. പൈൽസിൻ്റെ തുടക്ക അവസ്ഥയിൽ അല്ലെങ്കിൽ ആരംഭ അവസ്ഥയിൽ തന്നെ അതിനെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് OP ലെവലിൽ തന്നെ മരുന്നുകൾ കൊണ്ട് അഥവാ ചെറിയ തോതിലുള്ള ആപ്ലിക്കേഷൻസ് കൊണ്ട് നമുക്ക് ഇതിനെ ചികിത്സിക്കാൻ പറ്റും. എന്നാൽ ചില കണ്ടീഷൻസ് നമ്മളുടെ OP ലെവൽ മാനേജ്മെൻറ്റ് പറ്റാതെ വരുന്ന കണ്ടീഷൻസിൽ തീർച്ചയായിട്ടും നമുക്ക് ശസ്ത്രക്രിയ ചെയ്ത് തന്നെ അത് മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ ഡോക്ടർ, അടുത്തതായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പൈൽസിന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഹോം റെമഡീസ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പൈൽസിന് പറ്റിയ ഹോം റെമഡി, ഏതൊരു ഹോം റെമഡി ആണെങ്കിലും ഞാൻ ആദ്യം പറയുന്നത് ഒരു വൈദ്യസഹായം അല്ലെങ്കിൽ ഒരു വൈദ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റുന്നത് വല്ലാതെ വേദനയുള്ള കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് സിറ്റ്സ് ബാത്ത് അല്ലെങ്കിൽ നമ്മളുടെ ആയുർവേദത്തിൽ അവഗാഹസ്വേദം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ മരുന്നുകളൊന്നും ഇടാതെ തന്നെ ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ട്
ആൾക്കാർക്ക് അതിൽ ഇറങ്ങിയിരിക്കാം. അത് ഒരു പരിധി വരെ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇത് കൂടാതെ ആഹാര രീതിയിലും കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താം. മലശോധന ഇല്ലാതിരിക്കത്തക്ക രീതിയിൽ ചേന, കായ, അതുപോലെ ചെറിയുള്ളി, മോര് പോലുള്ള സാധനങ്ങളെല്ലാം ഒരു പരിധി വരെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. ഇതൊക്കെ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് പൈൽസ് വീട്ടിൽ തന്നെ നമുക്ക് ചികിത്സിക്കാൻ പറ്റാവുന്നതാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാലും ഒരു വൈദ്യസഹായം അല്ലെങ്കിൽ ഒരു വൈദ്യൻ്റെ അഭിപ്രായത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളതുള്ളൂ. താങ്ക് യു ഡോക്ടർ. അടുത്തതായി OP ലെവലിൽ എങ്ങനെയാണ് പൈൽസ് കേസുകൾ മാനേജ് ചെയ്യാറ്? OP ലെവലിൽ പൈൽസ് മാനേജ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഇത് ഏത് സ്റ്റേജിലാണെന്നും ഏത് തരത്തിലുള്ള പൈൽസ് ആണെന്നും എന്ന് നോക്കിയിട്ടാണ്. നമ്മൾ ചികിത്സിക്കാൻ, അതായത് മരുന്ന് കൊടുത്ത് ചികിത്സിക്കാൻ പറ്റുന്ന സ്റ്റേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മരുന്ന് കൊടുത്ത് തന്നെയാണ് ഇതിന് ചികിത്സിക്കുന്നത്. ഇപ്പം രക്തസ്രാവം ഉണ്ടെങ്കിൽ, രക്തസ്രാവത്തോടു കൂടിയിട്ടുള്ള ആന്തരികമായിട്ടുള്ള പൈൽസ് ആണെങ്കിൽ നമ്മൾ ആ രക്തസ്രാവത്തെ നിർത്തുവാനും അതുപോലെ അതിൻ്റെ പൈൽസിൻ്റെ വീക്കം കുറയ്ക്കുവാനായിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ സാധാരണ കൊടുക്കുക. അത് ഓരോ രോഗികൾക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മരുന്നുകൾ ഉണ്ടാവുക. കൂടാതെ നമ്മൾ ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലിയുള്ള വ്യത്യാസങ്ങളും കൂടെ നമ്മൾ OP ലെവലിൽ മാനേജ്മെൻറ്റിന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ കണ്ടൻറ്റ് ആയിട്ടുള്ള ഹൈ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡുകൾ കഴിക്കാൻ പറയുക, ധാരാളം വെള്ളം കുടിക്കാൻ പറയുക, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക, ദീർഘനേരം ഇരിക്കുന്നത് ഒഴിവാക്കുക. ഇതെല്ലാം തന്നെ നമ്മളുടെ OP ലെവൽ മാനേജ്മെൻറ്റിൽ ചികിത്സയ്ക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ ഡോക്ടർ. പൈൽസ് വീണ്ടും ഉണ്ടാകുന്നത് തടയാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പൈൽസ് വീണ്ടും ഉണ്ടാവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മലബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ ആ മലബന്ധത്തെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ആഹാരക്രമത്തിലേക്ക് കിടക്കുക. അതിന് ഏറ്റവും പ്രധാനമായും വളരെ ഹൈ കണ്ടൻറ്റ് ഫൈബറുള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് വീട്ടിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന ഒരു പച്ചക്കറികളിലൊന്നാണ് ചേന. ആയുർവേദ ശാസ്ത്രത്തിലാണെങ്കിലും ചേനയ്ക്ക് ഒരുപാട് പ്രാധാന്യം പൈൽസിൻ്റെ ചികിത്സകളുണ്ട്. ഇതുകൂടാതെ പച്ചമോര് കഴിക്കുന്നത് പൈൽസിന് വളരെ ഉത്തമമാണ്. ചെറിയുള്ളി നമ്മളുടെ ആഹാരങ്ങളിൽ ചേർക്കുന്നതും ഇലക്കറികൾ കഴിക്കുന്നതും അതെല്ലാം തന്നെ പൈൽസിന് വളരെയധികം വീണ്ടും വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഗതികളാണ്. ഇതല്ലാതെ ധാരാളം വെള്ളം കുടിക്കുക. കാരണം നമ്മൾ കോൺസ്റ്റിപ്പേഷനൊരു പ്രധാന ഇത് നമ്മൾ ചോദിച്ചു വരുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കുന്നതാണ്. അപ്പം ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ പതിവായ വ്യായാമം ചെയ്യുക, കൃത്യമായുള്ള ടോയ്ലറ്റിംഗ്, അതായത് കൃത്യസമയത്ത് എല്ലാ ദിവസവും നമ്മൾ മലവിസർജനമോ അല്ലെങ്കിൽ ടോയ്ലറ്റിംഗ് കറക്റ്റായിട്ട് ചെയ്യാൻ, അത് ചെറുപ്പം തൊട്ടേ കുട്ടികളിലാണെങ്കിലും അത് നമ്മൾ ശീലിപ്പിക്കേണ്ടതാണ്. ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും ടോയ്ലറ്റ് കണ്ടു കഴിഞ്ഞാൽ അറക്കുക, പോവാതിരിക്കുക, വീട്ടിൽ ചെന്നാൽ മാത്രമേ നമ്മൾ ബാത്റൂമിൽ പോകുള്ളൂ. അപ്പം അങ്ങനെയുള്ള ശീലങ്ങളെല്ലാം മാറ്റി കൃത്യമായൊരു ടോയ്ലറ്റിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെറുപ്പം തൊട്ടേ കുട്ടികളിൽ നമ്മൾ ശീലിപ്പിക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പൈൽസ് വീണ്ടും വരാതിരിക്കാൻ അത് തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർ സൂരജ് സുഭാഷിന് ഒരുപാട് നന്ദി ഡോക്ടർ. ഇനി നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ്, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ OP ലെവൽ കൺസൾട്ടേഷൻ നടത്തുകയും ആവശ്യമായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതും വഴി വേറെ കോംപ്ലിക്കേഷൻ ഒന്നും വരാതെ പൈൽസ് നല്ല രീതിയിൽ ഭേദപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഓർക്കുക, പൈൽസ് ഒരു സാധാരണ അസുഖമാണ്. അതിൽ നാണക്കേട് വിചാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ചെറിയ ചെറിയ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം കൊണ്ടും ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നല്ലൊരു ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴിയൊക്കെ തുടക്കത്തിൽ തന്നെ പൈൽസ് നന്നായി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്.